ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്താ എല്ലാവരുടെയും വർത്താനൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ. 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുത്തുമണികളെ വീഡിയോസ് വരാത്തത് കേട്ടോ. പിന്നെ ടെൻഷൻ പറഞ്ഞാൽ ഓവർ ടെൻഷനാണ് എനിക്ക്, ഓവർ ടെൻഷന്. പിന്നെന്താണെന്നോ, ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാനും വല്ലാത്തൊരു ആഗ്രഹം പറഞ്ഞാൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ കമൻറ്റുകൾ നോക്കലില്ല, മക്കളെ കയ്യിലായിരിക്കും ഫോണുകൾ. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളാരെങ്കിലും എടുത്തുക്കും. കാരണം അതിനൊന്നും ഒഴിവിട്ടലില്ല. ഇന്നലെയൊക്കെ ഞാൻ നോമ്പ് തുറക്കണ ബാങ്ക് കൊടുക്കണതിൻ്റെ 5 മിനിറ്റ് മുന്നേ അതിൻ്റെ ഉള്ളിൽ കയറി കൂടുന്നത്. എന്താ വെച്ചാൽ നമ്മൾ വീട് കൊടുത്തില്ലേ, അപ്പം മക്കളെയും കൊണ്ട് ഒരു വീട്ടിലൊരു കൂട്ടിൽ വെക്കണ്ടേ, ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണ്ടേ. ഇത് നമ്മളെ വീടല്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി പരക്കം പോയാണ്, കമൻറ്റുകൾ നോക്കലില്ല. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ കമൻറ്റ് നോക്കി, വെറുതെ നോക്കിയതാണ്. ഇതിങ്ങനെ പറയുന്നുണ്ട്, വീഡിയോ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണമല്ലേ, നിങ്ങൾ വിഷമിച്ചിരിക്കല്ലേ. അപ്പോൾ വീഡിയോ ചെയ്യാൻ കഴിയായിട്ടാണ്, ഓവർ ടെൻഷനായിട്ടാണ്. നമ്മളെ വീഡിയോസ് നാളെയൊക്കെ വരും. പിന്നെ എന്താ പറയണ്ട അറിയില്ല. അപ്പോൾ കമൻറ്റ് കണ്ടു, അത് ഭയങ്കര കാറ്റാട്ടോ. അവിടെ സിന്ധു ചേച്ചിനോടാണ്. സിന്ധു ചേച്ചിയെ എന്താ പറയുക നിങ്ങളോട്, എനിക്കറിയില്ല. മക്കളാരേലും കൈ തട്ടി പോയതായിരിക്കും. അതെന്താ ചോദിച്ചാൽ ഓലാരേലും കളിച്ച പോയത്. എനിക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഇങ്ങനെയൊന്നുമില്ല. തലീ കത്തും ബന്ധും മലീ കത്തലാന്ന് പറയും നമ്മളെ നാട്ടിൽ. തല ഇങ്ങനെ കത്തി നിൽക്കുക. തലവേദൻ്റെ മരുന്ന് ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ അല്ലേ. തലവേദൻ്റെ മരുന്ന് ഉണ്ടാക്കുന്ന ആളാണ്. തലവേദന അറിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത്ര ടെൻഷൻ അടിക്കുന്ന നേരത്ത് സിന്ധു ചേച്ചിൻ്റെ വീഡിയോസ് എപ്പോഴും കാണുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒക്കെ കമൻറ്റ് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് ബഹുമാനമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട്. എനിക്ക് ഞാൻ അങ്ങനെ വേർതിരിവില്ല കേട്ടോ. ഞാനൊക്കെ വളർന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ചേച്ചിമാർ കേൾക്കുന്നുണ്ടാവും കേട്ടോ എൻ്റെ വീഡിയോസ്. കാരണം എന്താണെന്നോ, എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണ്. പൂവിയെന്ന് തന്നെ വിളിച്ച ശോഭ ചേച്ചി, പുഷ്പ ചേച്ചി, സുന്ദരേട്ടൻ, ബാബു ഏട്ടൻ, സിന്ധു ചേച്ചി, അവിടുത്തെ മരുവള്, അങ്ങനെ കുറേ ചേച്ചിമാരടിയിൽ വളർന്ന കുട്ടിയാണ് ഞാൻ. ഈ ശോഭ ചേച്ചി, പുഷ്പ ചേച്ചി ഇവരൊക്കെ അടിയിൽ വളർന്നതാണ്. ഒരു ഓണം വന്നാൽ ഒക്കെ, വിഷു വന്നാലൊക്കെ ഓല വീട്ടിൽ തന്നെ ആയിരിക്കും ഞാനായാലും എൻ്റെ ഏട്ടത്തി ആയാലും ഭക്ഷണം, അവരെ ഭക്ഷണം ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. സാമ്പാറും ചോറും തിന്നാനും, അവരെ കല്യാണം ഉണ്ടെങ്കിൽ പോകാനും അത്ര ഇഷ്ടമാണ്. പറഞ്ഞാൽ അത്ര ഇഷ്ടം. അവരെ വീട്ടിൽ അന്ത്യം ഉറങ്ങ വരെ ചെയ്തിട്ടുണ്ട് പല സിറ്റുവേഷനിലും. പിന്നെ ഞങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ അവിടുത്തെ വീട്ടിൽ തറവാട്, അവിടെ അമ്മ വീട്ടിലാണ് പറയുന്നത് കേട്ടോ. നോമ്പായി കഴിഞ്ഞാൽ അവർ വരും. അവർക്കൊരു ഓരി ഉണ്ടാവും, പത്തിരിൻ്റെ ഉമ്മ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കും. നമ്മളെ വിഭവം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചിമാർക്കൊക്കെ. അപ്പോൾ അത് ഒരു ഓരി ഉമ്മ കൊണ്ടുപോയി കൊടുക്കും. തരിക്കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തരിക്കഞ്ഞി ഉണ്ടാക്കിക്കണോ താത്താന്നാണ് ചോദിച്ചാൽ. അത്ര ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരുപാട് സൗഹൃദത്തിൽ കഴിഞ്ഞതാണ്. ഇപ്പോഴും ഞാനിപ്പോൾ ഒരു വീട് നോക്കാൻ പോയടുത്തും ചേച്ചിമാരാണ് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാക്കു എന്താ എന്നോട് പറഞ്ഞതെന്നോ, ഞാനിങ്ങനെ കണ്ണിലിങ്ങനെ വെള്ളം നിറഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. ഇന്നലെ ഇച്ചുമോളും കൂടി പറഞ്ഞു കേട്ടോ. അവൻ കൂടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചുമോളെ നമുക്ക് പുതിയ വീടുണ്ടാക്കും, നമുക്ക് പോകണം. കുട്ടികളെ നമ്മളിങ്ങനെ മനസ്സ് മാറ്റണമല്ലോ. നല്ല വീടുണ്ടാക്കും. എൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് നമുക്ക് കുടിരിക്കലൊക്കെ കഴിച്ചണം. യൂട്യൂബിൽ താത്തമാരോടൊക്കെ പറയണം, ഓലൊക്കെ വരും ഗിഫ്റ്റും കൊണ്ടൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിപ്പിച്ചപ്പോൾ എന്നോട് പറയാം, കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറയും. എൻ്റെ കുട്ടീൻ്റെ 7 വയസ്സായിട്ടുള്ളൂ. അവളെ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് പറയാം, ഞാൻ പോരൂല ഈ വീട്ടിൽ നിന്ന്, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പോരൂല. അപ്പം അത്ര ഒരു ഇതാണ് അറിയാം. അപ്പോൾ ഞാൻ കാക്കു അത് പറഞ്ഞിങ്ങനെ ടെൻഷനായി ഇങ്ങനെ നിൽക്കണ നേരത്ത് ആ വീട് കാണാൻ പോയപ്പോൾ അവിടെ ചേച്ചിമാരുണ്ടായപ്പോൾ കാക്കു, ഞാൻ ഇടങ്ങേറായി ഇങ്ങനെ നിൽക്കുകയല്ലേ. നമുക്കൊരു വിഭ്രാന്തിയാണല്ലേ, എന്തിനൊരു വിഭ്രാന്തി ആയിരിക്കും. നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച്, ആണുങ്ങൾ പുറത്ത് കാട്ടൂല, പെണ്ണുങ്ങൾ കാട്ടും. അവിടെ ആ വിഭ്രാന്തി കാട്ടിയപ്പോൾ കാക്കു എന്നെ ഇങ്ങനെ കളിയാക്കി പറയാം, എനിക്ക് ഇനി ചേച്ചിമാരെ കണ്ടല്ലോ, സാമ്പാറും ചോറൊക്കെ കിട്ടുമല്ലോ, ഓണത്തിന് ഇനി സാമ്പാറും ചോറൊക്കെ കിട്ടുമല്ലോ പാത്തുമ്മ. അത്ര ഇഷ്ടമാണ് എനിക്ക് ചേച്ചിമാരെ. നമ്മൾ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു വേർതിരിവ് ഇന്നേ വരെ ആരോടും കാണിച്ചിട്ടില്ല. കൈ തട്ടി ഡിലീറ്റ് ആയതായിരിക്കും കേട്ടോ. അങ്ങനെ കമൻറ്റുകൾ
കമൻറ്റിൽ ഡിലീറ്റ് ആക്കലുണ്ട്, റിമൂവ് ചെയ്യലുണ്ട്, റിപ്പോർട്ട് അടിച്ചലുണ്ട്. അതെപ്പോഴെന്നോ അനാവശ്യം വിടുമ്പോൾ മക്കളെ പറ്റി കുട്ടികളുണ്ടാക്കിയ കഥകൾ പറയലുണ്ട്. നിങ്ങൾ കണ്ടുക്കണോ അറിയില്ല, ചിലവർ കാണലുണ്ട്. അപ്പം ഞാൻ ഡിലീറ്റ് അടിച്ചും, ചിലവരെ റിപ്പോർട്ട് അടിച്ചും. കാരണം അത് മക്കളാണ് വീഡിയോസും. ഇത് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു കാണ്ടാണ് പോവും അടുക്കളയ്ക്ക്. ബാക്കി റിതു എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും, വിടും. ആ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുട്ടീനോട് പല പ്രാവശ്യം പറയലുണ്ട്, അമ്മ അറിയാതെ എന്തെങ്കിലും പറഞ്ഞിക്കണോ നോക്കിയേ. കാരണം സോഷ്യൽ മീഡിയ അല്ലേ, നമ്മൾ അറിയാതെ എന്തെങ്കിലും വായിന്ന് വീണോ നോക്കിക്കണ ആളുകളുണ്ടാവും. നോക്കടാ, അതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഓന് ഒഴിവില്ല. അപ്പോൾ ഓനതാണ്ട് കാരണം ഒന്നാമത് ഞാൻ ഏൽപ്പിച്ചാൽ എന്നല്ല. ഇപ്പോൾ 4 ദിവസം ഇപ്പോൾ SLC പരീക്ഷ ക്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഓനെന്ത് കാട്ടും, അത് അപ്ലോഡ് ചെയ്ത് വിടും. എന്നാലും വന്ന പാട് ഞാൻ എന്താ ചെയ്യുക, കാക്കൂൻ്റെ അടുത്തോ ആരടുത്തേലും കൊടുത്തുകാണെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മളെ അടുക്കളയിലല്ലേ ഒരുപാട് പണികളുണ്ടാവും. നോമ്പറക്കണ നേരത്തായാലും ആ പാത്രം മോറാണ്ടാവും. പിന്നെ ഇപ്പോൾ പണ്ടത്തെ ഒരു കുട്ടികളെ കിട്ടൂല, നോൽമ്പൊക്കെ അല്ലേ. പിന്നെ പെലച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കൽ തിരക്കിൽ നമ്മളെ പെലച്ച വന്നിട്ട് തന്നെ അല്ലേ. ആദ്യത്തെ പെലച്ചകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത്ര ടെൻഷൻ അയക്കണ നേരമാണ് അറിയാം. അപ്പോൾ എനിക്കിത് കമൻറ്റ് എഴുതണമെന്നുണ്ട്. 2-3 വരി ഞാൻ അതിൻ്റെ അടിയിൽ കുറേ ആൾ കമൻറ്റ് ഇട്ടിക്കണം കേട്ടോ. അറിയാതെ ചെയ്തതായിരിക്കും, അവരൊരിക്കലും അങ്ങനെ ചെയ്യൂല ഒക്കെ പറയണം. ഞാനൊരു സാധാരണ പച്ചയായ ഒരു സ്ത്രീയാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കണം എന്താണെന്നോ, ഉന്നതിയിൽ ഇന്നെ എത്തിച്ച് കൊണ്ട റബ്ബേ. എനിക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചവർക്കും വന്ന അനുഭവം എല്ലാവർക്കേ അറിയുള്ളൂ. വന്ന വഴികൾ നമ്മൾ എന്ത് ചെയ്യും എപ്പോഴും. എല്ലാവരും അല്ല കേട്ടോ, എൻ്റെ മനസ്സാണ് ഞാൻ പറയണത്. ഞാൻ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് പറയുന്ന ആളാണ്. നിങ്ങളൊക്കെ അത് ഓർത്ത് വെച്ചോളി. ഇന്ന് എനിക്കൊരാൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ആ സ്റ്റെപ്പ് കയറി നിൽക്കുകയാണെങ്കിൽ എൻ്റെ താഴെല്ലോലെ ഞാൻ നന്നായിട്ട് നോക്കും. ഞാൻ ഓരോ വോയിസുകളും വാട്സപ്പിൽ വരുമ്പോൾ ചേച്ചിമാരൊക്കെ എനിക്ക് കോഴിക്കോട് നിന്ന് ചേച്ചിയുണ്ട് കേട്ടോ, ബബിതേച്ചിയെ കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടോ കമൻറ്റ് ബബിതേച്ചിയെ. ബബിതേച്ചി എൻ്റെ മോറൊന്ന് വാടിയ അതിൻ്റെ എന്താ ഇത് വീഡിയോ ഒന്ന് വരാൻ അപ്പോൾ വിടും മെസ്സേജ്. ബബിതേച്ചിൻ്റെ അമ്മക്ക് കിഡ്നി രോഗിയാണ്, സുഖമല്ല കേട്ടോ, ഒന്ന് പ്രാർത്ഥിക്കും വേണ്ടി അമ്മക്കും വേണ്ടി. ബബിതേച്ചി അറിയണത് നമുക്ക് കഴിഞ്ഞ പെരുന്നാളിന് ഒരുപാട് ഡ്രസ്സൊക്കെ അയച്ചു തന്നില്ലേ ബബിതേച്ചി കോഴിക്കോടില്ലേ. അത്ര റിഷേ ഇങ്ങോട്ട് മുഴുവൻ വിളിക്കൂല, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ. അപ്പോൾ ചേച്ചി അപ്പം വിളിക്കൽ തുടങ്ങും, എന്താ റിഷേ വീഡിയോസ് ഇടാത്തത് എന്താണെന്നോ. എന്നെ അനിയത്തിയായിട്ട് കാണുകയാണ് ചേച്ചി. ചീത്ത പറയണ പോലെ പറയും ചിലപ്പം. വീഡിയോസ് ഇട്, ടെൻഷൻ ആവല്ലേ, അതങ്ങനെ പോവും. മക്കളെ നോക്കണ്ടേല്ല, കുട്ടികളെ നോക്കണ്ടാണെങ്കിൽ ടെൻഷൻ ആയിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, വീഡിയോസ് ചെയ്യുക, അതിനൊരു ഏണിങ്സ് കിട്ടട്ടെ. ഞങ്ങൾക്കറിയാം 1-2 മക്കളെ നോക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ മക്കളെയൊക്കെ ചിലവും കാര്യങ്ങളും എൻ്റെ കാക്കു മാത്രം നയിച്ചാൽ പോരാ, അയ്യും മാക്സിമം നോക്കുന്നുണ്ട് അറിയാം. വീഡിയോസ് ചെയ്യുക, വിഷമിച്ചിരിക്കല്ലേ. ഒരുപാട് മെസ്സേജുകൾ ചേച്ചി വിടും ബബിതേച്ചി അമ്പലത്തിൽ എന്താ പറയുക, ഈ ടോക്കൺ അങ്ങനെ എന്തോ ടോക്കൺ കൊടുക്കുക, എന്തൊരു ലിസ്റ്റ് കൊടുക്കൂലേ, അങ്ങനെ ഇരിക്കണ ഒരു ഏറെ ഭക്തിയുള്ള ഒരു സ്ത്രീയാണ്. അതിനോട് അത്രയേറെ ഇഷ്ടമാണ് എനിക്ക്. ഓരോ മെസ്സേജുകളും ബബിതേച്ചി വിടും. അതുപോലെ അതിലുപരി എന്നെ ഏറ്റവും കൂടുതൽ അത് നമ്മൾ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നോട് എപ്പോഴും പറയണതാണ്, ഞാൻ നിങ്ങളോട് പറയണതാണ്, ഗൂഗിൾ പേ വെച്ച് ഒരിക്കലും ഞാൻ പൈസ വാങ്ങലില്ല. മക്കളുണ്ടായിക്കണേ മക്കളെ നോക്കാൻ നമുക്കറിയാം. പക്ഷേ നമ്മളെ സഹായിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയലുണ്ട് നിങ്ങളോട് ഇല്ലേ എപ്പോഴും. ഇത്രയേറെ ഞാൻ പറയണത് എന്താണെന്നോ, ചേച്ചിക്ക് ടെൻഷൻ വരരുത് എന്ന് കരുതിയിട്ടാണ്. ചേച്ചിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിന് എനിക്ക് എഴുതി തീർത്താൽ തീരൂല. എനിക്ക് നിങ്ങൾ ഇത്ര 8 മിനിറ്റിൻ്റെ വീഡിയോസ് തന്നെ വിടണം എന്ന് കരുതി ഞാൻ. അത്ര നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ജാതി മതം ഇതൊന്നും പറയല്ലേ കേട്ടോ. അത്ര എനിക്ക് ഞാൻ ഇപ്പോൾ പറയാൻ കൊണ്ടുവന്നത് എന്താണെന്നോ, എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആളുകളിൽ ഒരാൾ ഹിന്ദുസ്കളാണെന്ന് എനിക്ക് പറയാൻ കഴിയും വീഡിയോസിൽ. കാരണം ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, റിഷ ഞങ്ങൾ എന്തെങ്കിലും മക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ തരുന്ന ഈ ഒരിക്കലും വീഡിയോസിൽ വിളിച്ച് പറയരുത്, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ്, നാളെ എൻ്റെ മക്കൾക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരാൾ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ദൈവം തരും അല്ലേ. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ചേച്ചിമാർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മക്കളെ കൈ തട്ടിപ്പോന്നതായിരിക്കും. ഞാനിപ്പോൾ എന്ത് നിങ്ങൾ കരുതിയാലും ഞാൻ മാപ്പ് ചോദിക്കണം കേട്ടോ. കാരണം ഞാനിപ്പോൾ അത്ര ടെൻഷനായിട്ടും ഏറ്റവും ഭൂമിൻ്റെ അടിത്തട്ടിൽ നിൽക്കുകയാണ് ഞാൻ. എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരിക, അത് അനുഭവിച്ച് പോയവർക്കേ അറിയുള്ളൂ.
ഇത്ര അടിത്തട്ടിൽ നിൽക്കണ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ അത് ഡിലീറ്റ് ആക്കാൻ പോയിട്ടില്ല. കാരണം ചേച്ചി ഒരുപാട് ഇരുന്ന് സിന്ധു ചേച്ചിനോട് ഒരു ദേഷ്യമില്ല, ആരോടും എനിക്കൊരു ദേഷ്യമില്ല. ഞാൻ വീഡിയോസ് ചെയ്യാത്തത് ടെൻഷനായിട്ടാണ്. എത്ര ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് ടെൻഷനാവും. നമുക്ക് പല നേരം രാവിലെയൊക്കെ ഞാൻ സുബഹ് കണ്ട് കുറച്ച് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. റബ്ബിൻ്റെ പരീക്ഷണമാണ്. എന്നാലും നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയില്ലേ. അപ്പോൾ അത് എപ്പോഴും ഞാൻ പറയണേ, എപ്പോഴും വീട് വിറ്റത് അൽഹംദുലില്ലാ എന്ന് തന്നെ ഞാൻ പറയണത്. നമുക്ക് നമ്മളെ ബുദ്ധിമുട്ട് കൊണ്ടാണ്, അല്ലാതെ നമ്മൾ കുഞ്ഞു കുട്ടികൾ നിൽക്കണ വീടാണ്. അത് നമ്മൾ വിൽക്കുമോ? 6 മക്കളും സുഖമില്ലാത്ത ഉമ്മയും ഒരു ഗതികെട്ട മാതിരി നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? നടുകടലിൽ നിൽക്കണ പോലെ. എന്താ പറയാ ഞാൻ. അതുകൊണ്ട് സിന്ധേച്ചിനോട് സോറി പറയണ കേട്ടോ. മക്കളാരെങ്കിലും കൈ തട്ടി പോകുന്നതായിരിക്കും. ഇവരിങ്ങനെ എന്താ പറയുക, ഈ ലൈക്ക് കൊടുക്കുമല്ലോ ഇങ്ങനെ. നിങ്ങൾ കമൻ്റ് ഇട്ടീന് ഇങ്ങനെ കുത്തുമ്പോൾ എന്താ ലവ് ചിഹ്നം എത്തുമ്പോൾ ചുവപ്പ് വരുമല്ലോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഇടും. അങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ ഡിലീറ്റ് ആയിക്കാണ്ട് മറ്റേ 3 കുത്തുമ്പോൾ അടിച്ചാൽ ഡിലീറ്റ് ആവും. നിങ്ങൾക്ക് അറിയണല്ലേ. അങ്ങനെ പോയതായിരിക്കും കേട്ടോ. ദൈവമേ എന്നൊന്നും വിളിച്ചതിന് ഒരിക്കലും നമ്മൾ ഒന്നും പറയില്ല. പുഷ്പേച്ചിയും ശോഭേച്ചിയും അമ്മയും സുന്ദരേട്ടനും ബാബുവേട്ടനും സുനിതേച്ചി ഓലൊക്കെ ചേച്ചിമാരടിയിൽ വളർന്ന കുട്ടിയാണ് ഞാൻ. അവിടുത്തെ സാമ്പാറും ചോറും അവിയലും, ഇപ്പോഴും സാമ്പാറും ചോറും എവിടെ വെച്ചാൽ മണ്ടി പോകും ഞാൻ കേട്ടോ. ഇവിടെ അധികം ആളുകളൊന്നും ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. എല്ലാവർക്കും പറഞ്ഞാൽ എൻ്റെ ഇവിടെ അല്ല കേട്ടോ, പുറത്ത് അവർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഞാനും എൻ്റെ മക്കളൊക്കെ ഓടി ചെല്ലും കേട്ടോ. എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണ് അറിയാം. അവരെ കല്യാണത്തിന് പോവുക, ഓല ആചാരങ്ങൾക്ക് പോവുക, അതൊരു മതസൗഹൃദമാണ്, ഇഷ്ടമാണ്. പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ, അവിടെ സ്ഥലം നോക്കിയത് വരെ നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിലാണ്. അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പറയാ, അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിച്ചിട്ടൊന്നുമില്ല. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ മക്കളെ ചോദിച്ചിരുന്നു അല്ലേ. ഏതാ മിന്നൂസേ ഒന്ന് കാടി തരട്ടോ. ഒരാവ് എടുത്താ ചെറിച്ചണ് അടിക്ക് കാണിച്ചു തരാക്കാണ് കേട്ടോ. എന്താ വെച്ചാല് ട്രൗസർ കുപ്പായം തൊട്ടിട്ടില്ല. മിനൂസ് അവിടെ ഉണ്ട്. വീഡിയോ വരും. അതൊന്ന് റെഡി ആട്ടെ. നമ്മളിപ്പോൾ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയവർക്കേ അറിയുള്ളൂ ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അതിങ്ങോട്ട് പൊരുത്തപ്പെടാനും ഇങ്ങോട്ട് കഴിയണില്ല, അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയണില്ല. റബ്ബിനോട് തേടുന്നുണ്ട്, നന്നായിട്ട് തേടുന്നുണ്ട്. നമ്മൾ പറയലില്ലേ, നന്നായിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും വഴി കാണിച്ചു കൊണ്ട റബ്ബേ. അപ്പോൾ ചേച്ചിനോടൊന്ന് പരിഭവം പറയാമെന്ന് കരുതി. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഒരാളെയും കൂടിയും കാടി തരുന്നുണ്ട് കേട്ടോ. ഒരാളെയും കൂടി കാടി കൊടുത്താണ്. ഓലെ എപ്പോഴും ചോദിച്ചു സുന്ദരിമണികളെവിടെ. അങ്ങനെ കുപ്പായല്ല, അതോടെ വരും, അല്ലാതെ കാണിച്ചു പല്ലടി കൊടുത്താ എൻ്റെ കുട്ടിയാള് കുറച്ചോനെ അൽഹംദുലില്ലാ അല്ലേ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതൊരു കണ്ടന്റ് ആക്കി കൂട്ടിയതൊന്നല്ല കേട്ടോ. എനിക്ക് ചേച്ചി കുറേ എഴുതിയിരിക്കണം, എൻ്റെ ഇടയിൽ കുറേ ആൾ കമൻറ്റ് വിട്ടിരിക്കണം. അപ്പം ഇനി എഴുതിയാൽ തീരൂല. ചേച്ചിനോട് നേരിട്ട് പറയണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ ആ നേരിട്ട് പറയൽ എൻ്റെ വീഡിയോസിലൂടെ എന്നെയാണ് പറയേണ്ടത്. ഞാൻ എല്ലാവർക്കും ഓരോ ഫോൺ നമ്പറും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യോണ്ടി, ഷെയർ ചെയ്യോണ്ടി. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നമ്മൾ പുതിയ ഊർജ്ജത്തോടു കൂടി വരും. അതൊക്കെ കളിയാക്കലില്ലേ, ലൈലാത്താൻ്റെ മാതിരി വർത്താനം പറയും. അങ്ങനെ വർത്താനം പറയും. ഇപ്പോൾ ഒക്കെ പാടം കെട്ടേ തലക്കടി കിട്ടിയ പോലെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ, സീ യു.